വണ്ടി കൊണ്ടുവന്ന് പാർക്ക് ചെയ്തിട്ടുണ്ട്. ട്രെയിൻ വരാറായി കേട്ടോ. സംഭവം അവിടെ നിന്നൊരു നമുക്കൊരു 10:45 ട്രെയിൻ. പക്ഷെ അത് കിട്ടുമെന്ന് അറിഞ്ഞൂടാ. തിരുവനന്തപുരം സെൻട്രൽ എത്തി കേട്ടോ. ഇവിടെ നിന്ന് ഇനി ഒരു 10:45 ശേഷമാണ് ഇനിയുള്ള ട്രെയിൻ. ഇപ്പോൾ ഞാൻ വർക്കലയിൽ നിന്ന് ഇവിടെ വന്നാലേ എനിക്ക് സീറ്റ് കിട്ടും, റിസർവേഷൻ ഇല്ലാത്തതുകൊണ്ട്. ഞാൻ 4ാമത്തെ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുമായിരുന്നേ. ഇപ്പോൾ അനൗൺസ്മെൻറ്റ് വന്ന് 1ാമത്തെ പ്ലാറ്റ്ഫോമിലാണെന്ന്. പൂനെ എക്സ്പ്രസ് വരാനായിട്ട് ഞാൻ പൂനെ എക്സ്പ്രസ്സിനാണ് ടിക്കറ്റ് എടുത്തത് കേട്ടോ. പൂനെ എക്സ്പ്രസ്സിനാണ്. പക്ഷെ അത് വരാൻ ഇനി ഒരുപാട് സമയമുണ്ട്. അതുവരെ ഇവിടെ താങ്കൾ നോക്കി. നമ്മുടെ അജയ് വന്നിട്ട് കൊല്ലത്തു നിന്നാണ് കയറുന്നത്. അവന് വരാൻ പറ്റിയില്ല കേട്ടോ. അവൻ ട്രിവാൻഡ്രത്തു നിന്നായിരുന്നെങ്കിൽ സീറ്റ് കിട്ടുമായിരുന്നു. ഇവിടെ നിന്നാകുമ്പം വലിയ തിരക്ക്. ഇവിടെ നിന്ന് നല്ല ആൾക്കാർ കയറുമല്ലോ. അപ്പോൾ പുള്ളിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റിയില്ല. പുള്ളി കൊല്ലത്തു നിന്നാണ് കയറുന്നത് കേട്ടോ. നമ്മൾ നേരിട്ട് കാണുമെന്ന് തന്നെ അറിഞ്ഞുകൂടാ. അതിന് പാലക്കാട് എന്നിട്ടേ കാണുള്ളൂ എന്ന് അറിയത്തില്ല. നോക്കാം. ഭയങ്കര ആൾ കേട്ടോ, ഭയങ്കര തിരക്ക്. പക്ഷേ 1ാമത്തെ പ്ലാറ്റ്ഫോമിൽ വേറൊരു ട്രെയിൻ വന്ന് കിടപ്പുണ്ട്. ഈ സമയമാകുമ്പം വണ്ടി വരുമോ എന്നുള്ള അറിഞ്ഞിട്ട് താമസിച്ചു കേട്ടോ. അത് നല്ല രീതിക്ക് താമസിച്ചിട്ടുണ്ട്. നമുക്ക് വൈകുന്നേരം 6:30 അവിടെ എത്താനാണ് പറഞ്ഞിരിക്കുന്നത്. 6:30 എത്തുമെന്നുള്ള അറിഞ്ഞൂടാ. നോക്കാം. സീറ്റ് കിട്ടിയില്ല കേട്ടോ. ഞാൻ ഇവിടെ മുകളിൽ കയറി ഇരിക്കുകയാണ് കേട്ടോ. സംഭവം അജയ്ക്ക് എന്തിനായാലും കൊല്ലത്തു നിന്നാണ് അജയ് കയറുന്നത്. അവനെന്തിനായാലും അവിടെ നിന്ന് സീറ്റ് കിട്ടുമെന്നുള്ള കാര്യം എനിക്ക് തോന്നുന്നില്ല. അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ, നല്ല ഞെരുക്കുണ്ട്. അറിയത്തില്ല അവൻ. പക്ഷേ ഇവിടെ നിന്നായിരുന്നെങ്കിൽ എൻ്റെ കൂടെ ഇതിനെ മണ്ടേ കയറിയൊക്കെ ഇരുന്ന് പോകായിരുന്നു. നോക്കാം. ചിലപ്പം അയ്യപ്പന്മാരുണ്ട് ചെങ്ങന്നൂരൊക്കെ എത്തുന്ന സമയത്ത്. അവിടെ നിന്ന് അയ്യപ്പന്മാർ കുറേയൊക്കെ ഇറങ്ങാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചിലപ്പം പറ്റുന്നവർക്ക് താഴെ ഇറങ്ങണം. എത്ര നേരം ഇതിന് മണ്ട ഇരിക്കാൻ പറ്റുമെന്ന് പറഞ്ഞുണ്ടോ. നോക്കാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ മണ്ട ഇരുന്ന സമയത്ത് എൻ്റെ അടുത്ത് ഒരു ബ്രോ ഉണ്ടായിരുന്നു കേട്ടോ. പുതിയൊരു സബ്സ്ക്രൈബറെ കിട്ടിയിട്ടുണ്ട്. പുള്ളി എൻ്റെ ചാനൽ നോക്കണം കേട്ടോ. പുള്ളി മുഖം മറച്ച് ചാനൽ വീഡിയോസും കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. ആൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു സബ്സ്ക്രൈബർ കൂടിയിട്ടുണ്ട് കേട്ടോ. പാലക്കാട് എത്തി കേട്ടോ. സംഭവം മറ്റേ പയ്യനെ കണ്ടില്ല. അവ എങ്ങോട്ട് പോയാന്ന് തോന്നുന്നു. കുറേ മുമ്പ് അവ എൻ്റെ അടുത്ത് വന്നായിരുന്നു. നോക്കാം, കണ്ടുപിടിച്ച വാ. അല്ല കഴിക്കണ്ടേ? പിന്നെ എങ്ങോട്ട് പോകണം? ഇങ്ങോട്ടൊക്കെ പോയി എവിടെയെങ്കിലൊക്കെ എത്തും. ആദ്യം പോയി വല്ലതും കഴിക്കട്ടെ. നല്ല വിശപ്പ്. നമ്മൾ രാവിലെ ഇറങ്ങി ഞാൻ ഒന്നും കഴിച്ചില്ല ഇതുവരെ. വിശ്രാമുറി പോണം. എന്തിന്? വേണ്ട അങ്ങനെയൊന്നുമില്ല. ഫ്രഷ് ആവൊന്നും വേണ്ട. ആദ്യം എന്തെങ്കിലും ഒന്ന് ഉള്ളിലോട്ട് കൊടുക്കട്ടെ. നല്ല വിശപ്പായി. പാവപ്പെട്ട ചെറുക്കൻ കൊല്ലം തൊട്ട് തൃശ്ശൂർ വരെ നിന്നില്ല. തൃശ്ശൂർ വരെ നിന്നു. രാവിലെയൊക്കെ എണീക്കണം. ഒരു ഉത്തരവാദിത്തം വേണം. ഉത്തരവാദിത്തം. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ട്രിവാൻഡ്രത്തുനിന്ന് കയറിയതുകൊണ്ട് എനിക്ക് സീറ്റ് കിട്ടി. ഇല്ലെങ്കിൽ ഞാൻ ഇവനെ പോലെ ആയിപ്പോനെ. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. നോൺ സ്റ്റോപ്പായിട്ട് തിരക്കുണ്ടായിരുന്നു. അതെ. ഓരോ സ്റ്റേഷൻ എത്തപ്പോഴും ഇപ്പം ആൾ കുറയും. അതിൻ്റെ ഇരട്ടി അവിടെ നിന്ന് ഇടിച്ച് കയറിയത്. ആൾക്കാർ അന്ന് യുദ്ധമായിരുന്നു. അതെ, യുദ്ധം. സീറ്റിന് വേണ്ടിയിട്ട് അടി. അപ്പോൾ നമ്മൾ പാലക്കാട് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ. നീ വന്നിട്ടില്ല ആട് ഷൂട്ടിന്? ഇവൻ വന്നിട്ടുണ്ട്. നല്ല ആട് 3 ഷൂട്ടിന് വന്നിട്ടുണ്ട്. ഞാൻ പാലക്കാട് ആദ്യമായിട്ടാണ് കേട്ടോ. ഇവിടെ എന്തിനാണ് സ്പെഷ്യൽ ഫുഡ്? എന്തിനാണ് നിങ്ങൾ കഴിച്ചത്? ഇവിടെ സ്പെഷ്യൽ ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഫുഡും സ്പെഷ്യലാണ്. എങ്കിൽ എല്ലാ ഫുഡും കഴിക്കാം. ഓക്കെ. അപ്പോൾ മറ്റേ വെജിറ്റേറിയൻ കാര്യമൊക്കെ ഇഷ്ടപ്പെട്ടു. ഭയങ്കര എനിക്ക് വെജിറ്റേറിയൻ വേണ്ട. എനിക്ക് ബീഫ് സൂപ്പറാട്ടോ. എന്നാൽ ബീഫ് പിടിക്കാം. ഇനി ഞാൻ കഴിഞ്ഞ തവണ നമ്മൾ ഉടുപ്പി പോയപ്പോൾ ഞാൻ പറഞ്ഞില്ലേ,
ഒരു യാത്ര ചെയ്ത് കഴിക്കാൻ വെജിറ്റേറിയൻ പിടിക്കത്തില്ല. ഇറച്ചിയായിട്ട് തന്നെ കയറണം. ആ കട്ടിക്ക് കൊടുക്കും, കനത്തിന് കൊടുക്കും. കനത്തിനാണെങ്കിൽ അമ്മിക്കല്ലെടുത്ത് തരാം. എങ്ങോട്ടാണ് ഫ്രണ്ട് എങ്ങോട്ടാണ്? നമ്മൾ എവിടെ നിന്ന് അത് ഇതാക്കല്ലേ? അത് ബാക്ക്. നമ്മൾ അവിടെ നിന്ന് കയറി കഴിഞ്ഞായിരുന്നേ. ഇതാ ഫ്രണ്ട്. എന്താണ് മേൻ, നിങ്ങൾ വന്നതല്ലേ? ഫ്രണ്ട് ബാക്കും അറിയാൻ വയ്യ. ഇത്രയും കൂടി മിണ്ടേ. നിങ്ങൾ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി കേട്ടാ. ഇത് സംഭവം ആലുവയിൽ നിന്ന് ഇറങ്ങുന്ന പോലെ ഉണ്ട്. ഇത് സ്റ്റേഷനിൽ ഒരു ഫോട്ടോ എടുക്കാം. അല്ല അത് പൊടി ഇവിടെ സംഭവം എവിടെയുണ്ട്? ഐ ലവ് പാലക്കാട്. പിന്നെ അത് തന്നെ ഐ ലവ് പാലക്കാടാണ്. ഐ ലവ് അല്ല പാലക്കാട്. അത് കുഴപ്പമില്ല, അത് കാണാൻ പറ്റുമായിരിക്കും. അത് തന്നെ പാലക്കാട് ഹിൽസ്. കിട്ടുമോടാ ഇപ്പണേ? അടിപൊളി സ്റ്റേഷൻ അല്ലേ? നല്ല ഭംഗിയുണ്ട്. ഒരു കൊച്ചു കടകൾ കയറിയത് അതാകുമ്പോൾ നല്ല സാധനങ്ങൾ കിട്ടും. വലിയ കടയിൽ കയറി പഴയതൊരു ചൂടാക്കി തരുകയും ചെയ്യും. ചുമ പിടിക്കും സുഹൃത്തുക്കളെ. ആ പൊളി. ഇവിടെ ഷവായ ഉണ്ട്, അവിടെ ഷവായ ഉണ്ട്. ജ്യൂസ് സ്നാക്സ് എല്ലാം ഉണ്ട്. കയറി അറിയാം. നീ എന്തിനു പറഞ്ഞു? ഓക്കെ, ഷവായ ഉണ്ട്. അപ്പോൾ ഷവായ ഉണ്ട് കേട്ടോ, അൽഫാം ഉണ്ട്, എന്തിനാണെങ്കിലും അറിയാം. അതെ വിശക്കണം. എന്തിനു പറയാ? മെനു ഉണ്ടോ? മെനു ഉണ്ടോ? പൊറോട്ട ഷവായും പറഞ്ഞാലോ? പൊറോട്ടയും ഷവായ നോക്കട്ടെ. ചിക്കൻ നൂഡിൽസ്. ആ ഷവായ ഹാഫ് ഷവായ. ഇവിടെ 2 ചിക്കൻ നൂഡിൽസ്, ഒരു ഹാഫ് ഷവായി. ജ്യൂസ് ഐറ്റം ജ്യൂസ് ഓറഞ്ച്, മോസമ്പി, ആപ്പിൾ, അനാർ, പൈനാപ്പിൾ. മൂസമ്പി. 2 മോസമ്പി, ഹാഫ് ഷവായി, 2 ചിക്കൻ ബിരിയാണി. ചിക്കൻ ബിരിയാണി ഇല്ല, ചിക്കൻ നൂഡിൽസ്. ചിക്കൻ നൂഡിൽസ്. അവസാനം ചിക്കൻ ബിരിയാണി കൊണ്ടുവന്ന് പറഞ്ഞു അവസാനം ചിക്കൻ ബിരിയാണിയിൽ വന്നു. എന്തിനാണ്? അല്ല മോസമ്പി ജ്യൂസ് അല്ല സെപ്പറേറ്റ് അല്ല, കഴിച്ചോണ്ടിരിക്കുമ്പോൾ കിട്ടിയാലും നമ്മൾ പല ഷോപ്പിൽ പോയിട്ട് നമ്മൾ വലിയ കാര്യമായിട്ട് മെനു ഒക്കെ ചോദിക്കും. മെനു ഒക്കെ ചോദിച്ച അവസാനം നോക്കി അവസാനം നമ്മൾ പറഞ്ഞ ചിക്കൻ ബിരിയാണി. അവസാനം ചിക്കൻ ബിരിയാണി. ഇനി നമ്മളത് അതൊക്കെ മാറ്റി പിടിക്കും. കഥയുണ്ട്, ഞാൻ പറയാം. പറയൂ കഥകൾ നമുക്ക് വേണം. ഓ സെൻസറാണ്. സെൻസർ കഥയുണ്ട് കേട്ടാ. അത് ഷവായി. എനിക്ക് ലെഗ് പീസ്. ഓക്കെ, നമുക്ക് പ്രോട്ടീൻ ആവശ്യമുണ്ട്, അതുകൊണ്ട് ബ്രസ്റ്റ് മറന്നില്ല. എനിക്ക് പ്രോട്ടീൻ വേണ്ട. ലെഗ് കുറച്ച് ചട്നി മറന്നു. ഇതിന് മിക്കവാറും എനിക്ക് ചിലപ്പോൾ ഇത്തിരി കേൾക്കാൻ സാധ്യത ഉണ്ട് കേട്ടോ. അതായത് അല്ല, അത് കുറച്ച് പേര് മാത്രം അത് പറയും. നീ പറയാനുള്ള അത് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. അത് കാണിച്ചില്ല. ഓക്കെ, നമ്മൾ ഫിനിഷ് ചെയ്യട്ടോ കേട്ടോ. സോറി, ഫിനിഷ് ചെയ്യട്ടോ. പഴകഞ്ഞി കുടിക്കുക വാവ. ടേബിൾ മാനേജ് ചെയ്യടാ. ചൂട് പോകണം.
എടുക്കത്തില്ലെന്ന് പറഞ്ഞിട്ട് ഒരു യുദ്ധം കഴിഞ്ഞ് നിൽക്കുകയാണ്. ഒരിഞ്ഞ പോരാട്ടമായിരുന്നു. കഴിഞ്ഞു എല്ലാം കഴിഞ്ഞില്ല. റിസൾട്ട് വന്നു കാണാൻ. അതെ ഫുഡിൻ്റെ റിവ്യൂ. എൻ്റെ പൊന്നി അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. സൂപ്പർ ഫുഡായിരുന്നു. അടിപൊളി സൂപ്പർ ഉഗ്ര. എന്താണ് ഷവായൊക്കെ പൂ പോലെ ഇറങ്ങിപ്പോയി. നല്ല അടിപൊളി ഷവായി, പൊറോട്ട, അൽഫാം, കുബൂസ്, ചിക്കൻ നൂഡിൽസ്. ഇതെല്ലാം എങ്ങോട്ട് പോയി? മറ്റേത് മൊസാംബി ജ്യൂസ് കണ്ടോ? മൊസാംബി ജ്യൂസ്. ഇനി ഇവിടെ എന്തിനാണ് പരിപാടി? നമുക്ക് ബ്രഷ് കൊണ്ടുവന്നു. പേസ്റ്റും എടുത്തില്ല, ടങ് ക്ലീനറും മേടിച്ചില്ല. അത് ഇവിടെ നിന്ന് മേടിച്ചിട്ട് നമുക്ക് ഇനി ഇവിടെ നിന്ന് ഓട്ടോ പിടിക്കണം. ഇവിടെ നിന്ന് എത്ര കിലോമീറ്റർ വരും? 6.5 കിലോമീറ്റർ ഉണ്ടല്ലേ? 6.5 കിലോമീറ്റർ ഉണ്ട്. കണ്ടുപിടിച്ച് പോകണം ഹോട്ടല്. ഓക്കെ അത് തന്നെയല്ലേ? ഓക്കെ ഓക്കെ കയറിക്കും. ഓക്കെ 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 ഓക്കെ. ശ്രീചക്ര മാസ്റ്ററുടെ ഫൈറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഓക്കെ ഓക്കെ. ആ ഫിലിം ഓക്കെ. നമ്മൾ ഹോട്ടലിൽ ചെന്നിട്ട് കാണാം. ഹോട്ടൽ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ബോർഡ് കിട്ടിയില്ല കേട്ടോ. മാസ്റ്റർ ഇവിടെ ഉണ്ടാകുന്നു. ഹോട്ടലെത്തി. ഇനി മാസ്റ്ററിനെയൊക്കെ നോക്കണം. റൂം ടൂർ കാണിക്കാം. എന്തിനാണ് പുള്ളി യൂട്ടാനെടുത്ത് അവിടെ നിന്ന് ഇത്തിരി ഓടാറുണ്ടാകും. അല്ലെങ്കിൽ 200 ആവത്തുള്ളൂ. ഉള്ളതായതുകൊണ്ട് പുള്ളി തുറന്ന് പറഞ്ഞു. മാസ്റ്ററിനെ വിളിക്കണം. മാസ്റ്ററിനെ വിളിക്കണം. എന്താ നമ്മളത് പറഞ്ഞാൽ മതിയോ? ഓക്കെ. ഇർഫാൻ മാസ്റ്ററുടെ ഫൈറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ സിനിമയുടെ ഫൈറ്റേഴ്സാണ്. ഇർഫാൻ മാസ്റ്ററുടെ ഫൈറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ. റിസപ്ഷൻ ഇവിടെ റിസപ്ഷനിൽ ചോദിക്കാം. ഇർഫാൻ മാസ്റ്ററിന്റെ ഫൈറ്റേഴ്സാണ്. ഫൈറ്റേഴ്സാണ്. റൂം ബുക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞത്. അതെ 321. 321 അല്ലേ? ഓക്കെ. അത് വെള്ളത്തിൻ്റെ അതാണ്. വെള്ളം വരുന്നില്ലേ? വെള്ളത്തിൽ ആ സാധനം എടുത്ത് വെച്ചിരിക്കുകയാണ്. അല്ലേ? അതാ. ഒരു ഫോട്ടോ എടുത്താലോ? അടയുന്നില്ലല്ലോ. അടി 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 അടി. പിന്നെ സുഹൃത്തുക്കളെ മുകളിലേക്ക് ഉയർന്നു പോവുകയാണ്. ഇത് പണ്ടത്തെ കാലത്തെ സ്റ്റൈല് സാധനമാണ് കേട്ടോ. നമ്മൾ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. അത് പക്ഷേ ഇവിടെ നിന്ന് അറിയാൻ പറ്റില്ല. അത് താഴെ നിന്നാണെങ്കിലേ അറിയാൻ പറ്റും. 1 2 3 4. ഓക്കെ. 321 നല്ല നമ്പർ. എത്ര? 321 321 323 22 321 അങ്ങറ്റം. വാവ്. നമ്മൾ റൂമിൽ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇതാണ് നമ്മുടെ ഹോട്ടൽ ശ്രീചക്ര. റിസപ്ഷനിസ്റ്റിന് എന്തോ ഒരു സംശയം പോലെ കണ്ടിട്ട് ഒരു കയറാം.
ലൈറ്റ് ഇട്. അപ്പോൾ എല്ലാ സുഹൃത്തുക്കൾക്കും റൂം ടൂറിലേക്ക് സ്വാഗതം. സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മൾ നമ്മുടെ റൂമിൽ വന്നിരിക്കുകയാണ്. പാലക്കാട് ശ്രീചക്ര ഇന്റർനാഷണൽ ഹോട്ടലിലാണ് നമുക്ക് റൂം തന്നിരിക്കുന്നത്. ഇവിടെ വന്ന ഫസ്റ്റ് ഇവിടെ ഒരു വിൻഡോ ഉണ്ട്. അത് നമുക്ക് പകലെ അറിയാൻ പറ്റുള്ളൂ കേട്ടോ. ഹൈവേ വണ്ടികളൊക്കെ പോകുന്ന കാണാം. പിന്നീട് വന്നിട്ട് നമുക്ക് ഇവിടെ ഒരു ഇങ്ങോട്ടോ ഇവിടെ ഒരു ഡൈനിങ് ടേബിൾ ഉണ്ട്. നമ്മൾ 2 പേരേ ഉള്ളു, പക്ഷേ ഒരു 2, 3, 4 കസാരയുണ്ട്. എല്ലാവർക്കും കൂടെ ഇരുന്നൊക്കെ ചർച്ച ചെയ്യാം അല്ലെ? നമുക്ക് വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ജസ്റ്റ് ഒന്ന് ചർച്ചയൊക്കെ ചെയ്യാം. ഭാവി പരിപാടികളൊക്കെ. ഇവിടെ ഒരു ഷെൽഫ് സാധനങ്ങളുണ്ട്. നമ്മളെ സാധനങ്ങളൊക്കെ ഷൂവും കാര്യങ്ങളൊക്കെ ഇവിടെ വെക്കാം. അതിനുള്ള സംഭവങ്ങളാണ്. പിന്നീട് വന്നിട്ട് റൂം. ഞാൻ വിചാരിച്ചു ഇവിടെ ആള് ഇരിക്കണം. ചുറ്റിറ സുഹൃത്തുക്കളെ, ക്ഷമിക്കണം. മറ്റേ സംഭവം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ ഷെൽഫുണ്ട്. നമുക്ക് ഒരുപാട് ലഗേജ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ കൊണ്ട് വയ്ക്കാം. ലഗേജ് വലുതായിട്ടൊന്നും ലഗേജ് ഇല്ല, അതുകൊണ്ട് കുഴപ്പമില്ല. ഒരു സാധനമുണ്ട്. ഒന്ന് കുളിച്ച് തകർക്കും. പിന്നെ അതാ അതിവിശാലമായിട്ടുള്ള സോപ്പ് ഷാമ്പു എല്ലാം ഉണ്ട്. നമ്മൾ മേടിച്ചു. ഒന്നും ഓഫായില്ല. ഓക്കെ, ഇനി നമുക്ക് അടുത്ത അപ്പുറത്തൊരു സംഭവം ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് അതിവിശാലമായ കണ്ണാടി. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ടോയ്ലറ്റ്. പിന്നെ അടുത്തത് വന്നിട്ട് സുഹൃത്തുക്കളെ, നമ്മളെ റൂമിലേക്ക് സ്വാഗതം. നമ്മളെ റൂം കാണാം. അതിവിശാലമായ ഒരു ഡബിൾ ബെഡ്. ക്യാമറ നല്ല അടിപൊളി കണ്ണാടി. നമുക്ക് രാവിലെ സെറ്റായി പോകട്ടെ. ഇവിടെയും ഒരു നമുക്ക് കാഴ്ചകളൊക്കെ കാണാം. ഇത് തുറക്കാൻ പ്രതിബിംബമാണല്ലോ കാണുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ കിളിവാതിൽ. പിന്നെ നമുക്ക് താഴെ റിസപ്ഷനിൽ വിളിക്കാനായിട്ട് ഫോണുണ്ട്. ഇതിലെടുത്ത് വെച്ചിട്ട് നമുക്ക് നമ്പറും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നമ്പറും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതാര്? അത് ഒരു ചിത്രമാണ്. നമുക്ക് ടി വി കാണുന്നെങ്കിൽ ടി വി കാണാം. ഞാൻ എൻ്റെ പെൺഡ്രൈവ് ഒന്നും കൊണ്ടുവന്നില്ല. ഞാൻ പെൺഡ്രൈവ് സിനിമകൾ കാണാറുണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതാണ് നമ്മുടെ റൂം ടൂറ്. അപ്പോൾ ഇനി ഇതൊക്കെയാണ് വിശേഷങ്ങൾ. വാ. അപ്പോൾ ഇനി നല്ല യാത്രാക്ഷീണമുണ്ട്. നമ്മളെ ഫുഡൊക്കെ കഴിച്ച് എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി നല്ല രീതിക്ക് കിടന്നു സുഖമായിട്ട് കുളിച്ചിട്ട് നീന്താം. നല്ല രീതിക്ക് നീന്തി കുളിച്ചിട്ട് നല്ല രീതിക്ക് കിടന്നുറങ്ങുക. രാവിലെ നമുക്ക് പ്രീഷൂട്ടല്ല, ഫൈറ്റ് പ്രാക്ടീസും കാര്യങ്ങളും ഉണ്ട്. 2 ദിവസം പ്രാക്ടീസ് കഴിഞ്ഞിട്ടായിരിക്കും മൂവിയുടെ ഷൂട്ട് വരുന്നത്. നമ്മുടെ മൂവിയുടെ പേരെന്താണ് മോനെ? ടിക്കി ടാക്കയുടെ ഷൂട്ടിനാണ് കേട്ടോ നമ്മൾ. ആസിഫ് അലി നായകനാവുന്ന ടിക്കി ടാക്കയുടെ ഷൂട്ടിനാണ് നമ്മൾ വന്നിരിക്കുന്നത്. അറിയാം, ചിലപ്പോൾ ആസിഫ് അലി 2 ഇടിയൊക്കെ കൊണ്ടിട്ട് നമുക്ക് ഇവിടുന്ന് പോവാം. അപ്പോൾ നാളത്തെ വിശേഷങ്ങളായിട്ട് നാളെ. ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. അതുവരെ ടാറ്റാ.